ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ OnePlus 13s ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോസും കോൺസും എല്ലാം എടുത്ത് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 1 വീക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് 12 GB 256 GB വേരിയന്റ് ഒരു മോഡലാണ്. നിങ്ങൾക്കറിയാം OnePlusന്റെ ആദ്യത്തെ ഒരു കോമ്പാക്ട് ഫോൺ എന്നൊക്കെ പറയാവുന്ന ഒരു മോഡലാണത്. 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ്. കുട്ടി ഫോൺ എന്ന് പറയുക, ലുട്ടാപ്പി ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. നല്ല ഇൻ ഹാൻഡ് ഫീലും എന്താ പറയുക, ബോക്സിങ് സംഭവങ്ങളൊക്കെ സിമിലർ സാധനം തന്നെ. നിങ്ങൾക്ക് അവിടെ ഓൾറെഡി കാണുന്നുണ്ടെന്ന് അറിയില്ല, അവിടെ OnePlus 13ന്റെയും 11ന്റെ ബോക്സ് ഇരിക്കുന്നുണ്ട്. ആ സിമിലർ ബോക്സ് തന്നെ, ഒരു വ്യത്യാസമില്ല. കണ്ടൻസും സിമിലർ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു നല്ല കേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഞാൻ ഗ്രീൻ കളറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച യൂണിറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രീൻ കളറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ കളറിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് വേറെ കളറിലുള്ള തന്നെ ഒരു ബ്ലാക്ക് ആണ്. പിന്നെ നമുക്കൊരു പിങ്കിഷ് ആണ്. അത് ഗേൾസ് ആണെങ്കിൽ പിങ്കിഷ് വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു നോർമലി എല്ലാവർക്കും ഈ ഗ്രീൻ കളറായിരിക്കും ഇഷ്ടപ്പെടാം. നല്ല കളറാണ് കേട്ടോ. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, ബോക്സിൽ എല്ലാ കണ്ടൻസും കാണാൻ വരുന്നുണ്ട്. 256 GB 12 GB 256 GB വേരിയൻ്റ് ആണുള്ളത്. പിന്നെ 12 GB 512 GB വേരിയൻ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഗ്രീൻ സിൽക്ക് എന്നാണ് ഈ കളറിന്റെ പേര് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനീഷ്യലി ഞാൻ ജസ്റ്റ് ബോക്സും കാണലൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ അൺബോക്സിംഗ് കാണലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട് ബോക്സിൽ നോർമൽ പോലെ തന്നെ ഇതിന്റെ സെല്ലിംഗ് പ്രൈസും കാണലൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, അവിടെ പോസ്റ്റ് ചെയ്ത് നോക്കാവുന്ന. ഇതിന്റെ ബൈയിങ് പ്രൈസ് വന്നേക്കുന്നത് MRP കൊടുത്തേക്കുന്നത് 58 രൂപയാണ് കേട്ടോ. ജൂൺ 2025 മാനുഫാക്ചർ ചെയ്താണ്. മാനുഫാക്ചർഡ് ബൈ ഒപ്പോ മൊബൈൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഒപ്പോ അണ്ടറിലാണ് ഇപ്പോൾ വരുന്നത് OnePlus. ഓൺലി ഫോർ സെയിൽ ആൻഡ് വാറണ്ടി ഇൻ ഇന്ത്യ കണ്ടു. അപ്പോൾ ഇത് ഗ്ലോബൽ വാറണ്ടി എല്ലാ OnePlusഉം കാണുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക, പ്രോസും കോൺസും നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൊരു എന്താ പറയുക യൂസ്ഡ് റിവ്യൂ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറയാൻ കറക്റ്റ് ആയിട്ടുള്ളത്. അല്ലാണ്ട് നമ്മളിത് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമ്മളെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വലിയ ചാനലിലൊക്കെ കാണുന്ന പോലത്തെ പരിപാടികളല്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോസും കോൺസും എല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ അത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പ്രാക്ടിക്കൽ റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ തന്നെ വിളിക്കാം. ഞാൻ നോർമലി ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. നമുക്ക് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആർക്കും വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫൈനാൻസായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ അത് സ്ക്രിപ്റ്റ് ചെയ്ത് കാണാപ്പാടം പിടിച്ചിട്ട് സംഭവം ഒന്നും പറയണമെങ്കിൽ ആവശ്യമില്ല. എന്നാലും ഇതിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ഫിനാൻസിലും ടെക്കിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഫിനാൻസിലാണ് ലേറ്റസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ സ്മാർട്ട് ഫോൺ ആർട്ടിഫിഷ്യൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കാണാത്തവർ പോയി കണ്ടു. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കി നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട് കേട്ടോ, മറക്കണ്ട. പുതിയ ചാനൽ GHH വേൾഡ് ആണ്. നിങ്ങൾക്ക് അതിലും അത് നമ്മൾ ഫുള്ളി ടെക്കാണ് ഇടുന്നത്. അപ്പോൾ അതാണെന്നോ അതിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മളെല്ലാ കമൻറ്റ്സും റിപ്ലൈ കൊടുക്കുന്നതാണ്, മറക്കണ്ട. സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോസിലേക്കും കോൺസിലേക്കും പോകാം. ആദ്യം തന്നെ നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രോസ് പറയാം. അപ്പോൾ ഇതിൽ പ്രോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതെൻ്റെ സാംസങ്ങിൻ്റെ ടാബാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ പ്രോസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ S9 ഉപയോഗിക്കുന്നുണ്ട്, S9 FE ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. S9 FE നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല ഡീലിൽ കിട്ടുന്നുണ്ട് ആമസോണിൽ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇപ്പോൾ വാങ്ങിക്കാം. അത്യാവശ്യം ഇതുപോലത്തെ പർപ്പസിന് നോട്ട് ടേക്കിങ്ങും അതുപോലെ തന്നെ അത്യാവശ്യം നോർമൽ യൂസേജിനൊക്കെ സാധനം ധാരാളമാണ്. 6 GB 128 GB ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. അപ്പോൾ പറഞ്ഞു മാത്രം ജസ്റ്റ് ഇട്ടാ 9 ഇപ്പോൾ എന്താ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോസിലും കോൺസിലും കിടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോസിലേക്കും കോൺസിലേക്കും കിടക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഫസ്റ്റ് പ്രോസ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ എന്താ പറയുക, ഒരു കോമ്പാക്ട്നെസ് ആണ്. ഭയങ്കര ബിൽഡ് ക്വാളിറ്റി സംഭവമൊക്കെ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം കേസ് ഇട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫുൾ ടൈം കേസിലാണ്ടല്ല ഉപയോഗിക്കേണ്ടായിരുന്നു. നമ്മുടെ കേസ് ഓൾറെഡി എടുത്തിട്ടുണ്ടായി. ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കേസ് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി കേസാണ്, നല്ല കളർ കേസാണ്. അതുപോലെ തന്നെ OnePlusന്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിലൊക്കെ കണ്ടോ, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കേസില്ല. അതുപോലത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കേസാണ് കേട്ടോ സാധനം. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ കേസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ വെറുതെ ഒരു നോർമൽ ട്രാൻസ്പാരൻറ്റ് കേസിനായിട്ട് എന്തുകൊണ്ടും ബെറ്ററാണത്. എനിക്ക് തോന്നുന്നു OnePlus 13R കൂടെ ഒരു കേസ് ഒന്നുണ്ടായിരുന്നു, അതിനായിട്ടും ബെറ്ററാണ് ഈ സാധനം. ഞാൻ അതിന് നമ്മൾ അൺബോക്സിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക OnePlus 13R അല്ല 13s. ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് കോമ്പാക്ട്നെസ് ആണ്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ലുട്ടാപ്പി ഫോൺ, നല്ല എന്താ പറയുക പക്ഷേ ലുട്ടാപ്പിയാണ്, പക്ഷേ ഭയങ്കര വലുതുമല്ല ഭയങ്കര ചെറുതുമല്ല, അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ കറക്റ്റ് ഒരു കോമ്പാക്ട് ആൻഡ് എന്താ പറയുക കൊണ്ടുനടക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയട്ടെ. അതിപ്പോൾ യൂണിസെക്സിനും ബെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ആണുങ്ങൾക്കായാലും കുഴപ്പമില്ല, പെണ്ണുങ്ങൾക്കായാലും എന്ന് വെച്ചാൽ
കറക്റ്റ് സൈസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനം. അതുകൊണ്ട് അത് പ്രോസിൽ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പറയുന്നത് ബാറ്ററി ലൈഫാണ്. എനിക്ക് ഓൾമോസ്റ്റ് 11 to 12 മണിക്കൂർ തന്നെ സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിട്ടാണ്. കിടിലൻ ബാറ്ററി 5850 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇൻബിൽഡ് ആയിട്ട് ഓൾറെഡി വരുന്നുണ്ട്. ചാർജറും സാധനങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ബോക്സിൽ തന്നെ വരുന്നുണ്ട്. പറയുമ്പോൾ അത് നമ്മുടെ Type A to Type C ഇവരുടെ വൂക്ക് ചാർജിങ് സപ്പോർട്ട് വരുന്നതാണ്. നമുക്ക് ഇതിൽ പക്ഷേ നമുക്ക് എന്താ പറയുക PD ചാർജിങ് സപ്പോർട്ട് വരുന്നത് 26 വാട്ട് വരെ നമുക്ക് PD ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഫോണുകളുടെ സാംസങ്ങിൻ്റെ ഐഫോണിൻ്റെ ഗൂഗിൾ പിക്സലിൻ്റെ ഒക്കെ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാനും പറ്റും. അതിൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത നമുക്ക് ഇതിൻ്റെ പ്രൈമറി ക്യാമറയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്തായാലും ക്യാമറ സാമ്പിൾസും ആ സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഈ വീഡിയോ ഇങ്ങനെ പോയതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ക്യാമറ സാമ്പിൾസൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാം ഇതിൽ 2 മെയിൻ സെൻസറാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ ഫ്രണ്ടിൽ ഒരു 32 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിൽ വരുന്ന മെയിൻ പ്രൈമറി 50 മെഗാപിക്സൽ സെൻസർ ഉണ്ടല്ലോ, കിടിലൻ സെൻസറാണ്. നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ടെലിഫോട്ടോ ആയാലും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പക്ഷെ അതിലൊരു കോണുണ്ട്, നമുക്ക് കോൺസെപ്ഷനിൽ പറയാം. പക്ഷെ നല്ല ക്വാളിറ്റി എന്താ പറയുക, നല്ല ക്വാളിറ്റി ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. 2-3 സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അത് ഇൻഡോർ ആയിക്കോട്ടെ, എന്താ പറയുക ഔട്ട്ഡോർ ആയിക്കോട്ടെ. ഔട്ട്ഡോർ ആണെങ്കിൽ പറയാൻ വേണ്ട, കിടിലൻ സാധനം. ഇൻഡോർ ആയാലും നല്ല ക്വാളിറ്റി സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രൈമറി ക്യാമറ സെൻസർ കിടിലെന്ന് തന്നെ പറയാവുന്ന ഒരു ക്യാമറ സെൻസർ തന്നെയാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കോൺസ് ഉണ്ട്, ഞാൻ വഴിയെ കോണിൽ സെക്ഷനിൽ പറയാട്ടോ. അടുത്തെന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് AI ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. നല്ല കുറേ നമുക്ക് ആവശ്യമുള്ള കുറേ AI ഫീച്ചേഴ്സും കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു എടുത്ത് പറയാനുള്ള ഒരു മെയിൻ സംഭവം. നിങ്ങളിപ്പോൾ ഒരു വിവോൻ്റെ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവോൻ്റെക്കാട്ടും കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയിൽ എന്താ പറയുക AI ഇംപ്ലിമെൻറ്റേഷനൊക്കെ നമ്മുടെ ഓക്സിജൻ OSൽ വരുന്നുണ്ട്. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. ഞാൻ X2ൻ്റെ FE നമ്മുടെ ഇപ്പോൾ അത് ഞാൻ വൈഫിൻ്റെ അടുത്താണ്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഈ സാധനത്തിൽ കുറച്ചും കൂടി എന്താ പറയുക ബെറ്റർ എന്താ പറയുക കറക്റ്റായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മൈൻഡ് സ്പേസ് സാധനം അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നല്ല യൂസ്ഫുൾ ആയിട്ട് തരുന്ന കുറേ ഫീച്ചേഴ്സുകൾ ഇതിൽ വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എടുത്ത് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ. അയ്യോ തിരിഞ്ഞു പോയല്ലോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്, അതായത് നമ്മുടെ ഓക്സിജൻ OS. അപ്പോൾ ഈ AI ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഓക്സിജൻ OSലായിട്ട് പെടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാം ഓക്സിജൻ OS നമ്മുടെ One UI ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് നമ്മുടെ ആൻഡ്രോയിഡ് UI എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ്. അത് തന്നെ ഇതിലും പറയാനുള്ളൂ. നല്ല കിടിലൻ സാധനം, നല്ല സൂപ്പർ ആനിമേഷൻസ്, ബഗ് ഫ്രീ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ, ഓവറോൾ കിടിലൻസ് ആണെന്ന് തന്നെ പറയാനുള്ളൂ. പിന്നെ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സുകളും സംഭവങ്ങളും എല്ലാ സംഭവമുണ്ട്. ഇതിൻ്റെ എന്താ പറയുക കോൾ UI ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട്. എനിക്ക് ഇപ്പോൾ എക്സ്ട്രാ AI ഫീച്ചേഴ്സൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലുക്കാണ് കാണാൻ. നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ വിവോൻ്റെ ഒക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കാണാൻ കുറച്ച് ഭംഗിയായിട്ടാണ്. ഞാൻ എൻ്റെ X2ൻ്റെ FE എടുത്ത് വയ്ക്കാമെന്ന് വെച്ചാൽ നമുക്ക് അത് കാണിക്കുമ്പോൾ കുറച്ച് കമ്പാരിസൺ ചെയ്യാമല്ലോ. ഞാൻ എൻ്റെ ഈ X2ൻ്റെ FE ഒന്ന് എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ X2ൻ്റെ FEൻ്റെ ബ്ലൂ കളറാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് തോന്നുന്നുണ്ടെങ്കിലും ഇത് ബ്ലൂ ആണ് കേട്ടോ, ഫ്രോസ്റ്റ് ബ്ലൂ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. എന്തായിരുന്നു അടുത്ത് നമുക്ക് ഡിസ്പ്ലേ ആണ് പറയാനുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. 6.3 ഇഞ്ചിൻ്റെ 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി, നല്ല കിടിലൻ. നമുക്ക് ഇപ്പോൾ എന്താ പറയുക പുറത്തേക്ക് പോയാലും നമുക്ക് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റൊക്കെ ആയാലും നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ തരുന്ന ബെസ്റ്റ് ഡിസ്പ്ലേ എന്നൊക്കെ പറയാവുന്ന ഒരു കിടിലൻ ഡിസ്പ്ലേ. ഇതിനെ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്നാലും നമുക്ക് ഗെയിമിംഗ് ആയിക്കോട്ടെ, മീഡിയ കൺസപ്ഷൻ ആയിക്കോട്ടെ നല്ല എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോയിൽ കണ്ടിരിക്കും. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ് വരുന്നുണ്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, അതൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, അത് ഓൾറെഡി നമ്മൾ വെച്ചാൽ പറഞ്ഞാണ് 80 വാട്ടിൻ്റെ. അതിൽ നമുക്കൊരു സാധനം മിസ് ചെയ്ത് പോയത്, നമുക്കിതിൽ പാസ് ത്രൂ ചാർജിങ് എന്ന ഒരു സംഭവമാണ്. അതായത് നമുക്ക് ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് ഇത് കൊടുക്കാണ്ട് കട്ട് ഓഫ്, പ്രത്യേകിച്ച് നിങ്ങൾ ഗെയിമിങ്ങെല്ലാം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം ഉപയോഗിക്കട്ടെ. നമ്മുടെ ഈ അസൂസിൻ്റെ ഗെയിമിംഗ് ടാബ്ലറ്റിലൊക്കെ എന്താ പറയുക ലാപ്ടോപ്പിലൊക്കെ ആ ഫീച്ചർ ഉണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക ബിൽഡ് ക്വാളിറ്റി കിടിലൻ ടോപ്പ് നോച്ച് ബിൽഡ് ക്വാളിറ്റി. എന്താ പറയുക 2 സൈഡിലും ഗ്ലാസ്, അതുപോലെ തന്നെ ഗ്ലാസ് പ്രൊട്ടക്ഷനൊക്കെ ഇവരുടെ എന്താ പറയുക പ്രൊപ്പറേറ്ററി സാധനമാണ്. ഫ്രെയിമൊക്കെ മെറ്റൽ സംഭവങ്ങളാണ്. നല്ലൊരു കിടിലൻ, പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് എടുത്ത് പറയേണ്ട സംഭവം. ശരിക്കും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഡിസൈൻ സംഭവമൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഐഫോണിൻ്റെ ഒക്കെ ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോ സീരീസിനായിട്ട് സിമിലർ ആയിട്ടുള്ള സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്ട്രാ ബട്ടണൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക ഇവരുടെ നമ്മുടെ ടോഗിൾ ബട്ടൺ ഉണ്ടായിരുന്നല്ലോ മുമ്പ്, അതെടുത്ത് മാറ്റിയിട്ട് പകരം അവർ പ്ലസ് കീ എന്ന് പറഞ്ഞ സാധനമാക്കി. പക്ഷെ ഇത് കൊള്ളാട്ടോ. അതിൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഞാനിത് ടോർച്ചായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിത് കുറേ സംഭവങ്ങളായിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് എന്താ പറയുക മൈൻഡ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. എന്താ പറയുക നമുക്ക് ടോഗിൾ ചെയ്യാൻ, അതായത്
സൈലന്റ് മോഡിലേക്ക് ആക്കാം. അങ്ങനെ കുറേ സംഭവമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ നമുക്ക് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഇതിൽ ഇൻബിൽഡായിട്ട് നമുക്ക് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഇത് ക്യാമറ സെക്ഷനിലാണ് വരുന്നത്. പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 പെർഫോമൻസ് ആണ് പറയാനുള്ളത്. കിടിലൻ പെർഫോമൻസ് ഒന്നും പറയാനില്ല. ഞാൻ പിന്നെ പ്രത്യേകിച്ച് സ്നാപ്ഡ്രാഗൺ 888 സംഭവത്തിനൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് മൾട്ടി ടാസ്കിങ് വേണമെങ്കിൽ ചെയ്യാം, ഗെയിമും കളിക്കാം, എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ സ്പീക്കർ ക്വാളിറ്റിയാണ്. നല്ല സ്പീക്കർ ക്വാളിറ്റി, നല്ല ലൗഡ്നെസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ബെസ്റ്റസ്റ്റ് സ്പീക്കർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഈ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന നമുക്ക് വേണ്ട നമ്മുടെ വിവോ X200 പ്രോനായിട്ടൊക്കെ ബെസ്റ്റ് സ്പീക്കർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ലൗഡ്നെസ്സിൽ അത്യാവശ്യം നല്ല ലൗഡ്നെസ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ആക്ച്വലി X200 Pro ഉപയോഗിച്ചിട്ട് എനിക്ക് മെയിനായിട്ടൊരു കോണായിട്ട് തോന്നിയതാണ്. എന്നിട്ട് സ്പീക്കർ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മൾ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്യുമ്പോൾ ഭയങ്കര ലൗഡ്നെസ് ഭയങ്കര കുറവാണ് കേട്ടോ. അതൊരു മെയിൻ പ്രശ്നമാണ് അതിൻ്റെ. അടുത്ത് നമുക്ക് പറയാനുള്ളത് നമ്മുടെ നെറ്റ്വർക്ക് ക്വാളിറ്റിനെ കുറിച്ചാണ്. നല്ല നെറ്റ്വർക്ക് ക്വാളിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഇട്ടേക്കുന്നത് ജിയോ സിമ്മാണ്, 5G സിമ്മാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കാണാം. കറക്റ്റായിട്ട് നല്ല സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫുൾ റേഞ്ച്, ഫുൾ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, ഡ്രോപ്പിങ്ങോ സംഭവങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അടുത്ത് നമുക്ക് ഗ്രീൻ ലൈൻ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി നമുക്ക് OnePlus പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺലെസ് നമ്മുടെ ബോഡിമേ ഡെൻഡോ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ വാറണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് ആക്ച്വലി നല്ലൊരു പരിപാടിയാണ്. ആക്ച്വലി എല്ലാ ബ്രാൻഡും ഇതുപോലെ ഒരു സംഭവം കൊടുക്കേണ്ടതാണ്. ഇത് ചുമ്മാ അവർ പറയുന്നതല്ല കേട്ടോ. ഇത് ആക്ച്വലി അവരുടെ ഇതിൻ്റെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നത് OnePlus ഫോണുകൾക്കാണ്. അപ്പോൾ അവരുടെ പേര് കുറേ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഇന്നർ ലെയറിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കൊടുത്തിട്ടുണ്ട് ഒരു സെപ്പറേറ്റ്. ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ ടൈമിലാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പിൻ്റെ മേലാണ് അവർ ആക്ച്വലി ഈ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി കൊടുത്തേക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ കൊടുത്തേക്കുന്നതല്ല. എന്ന് വെച്ചാൽ അവർക്ക് ഒരു 99.9% വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തായാലും കിട്ടുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് UFS 4.0 നമുക്കിതിൽ മെമ്മറി കിട്ടുന്നത്. 12GB 256GB വേരിയൻ്റ് ഉണ്ട്, 12GB 512GB വരുന്നുണ്ട്. DDRX RAM, നല്ല ക്വാളിറ്റി DDRX RAM കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കോൺസ്, അല്ല പ്രോസ്. ഇനി നമുക്ക് കോൺസിലേക്ക് പോവാം. അടുത്ത ഇത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൽ ആക്ച്വലി ഒരു ചെറിയൊരു വൈഫൈ ഇഷ്യൂ ഉണ്ട് കേട്ടോ. വൈഫൈ പറയുമ്പോൾ 7 ആണ്, പക്ഷേ ഇഷ്യൂ എന്താ വെച്ചാൽ, ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് റേഞ്ച് പിടിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. എന്താ വെച്ചാൽ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ മോഡം ചിപ്പല്ല അവർ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ നെറ്റ്വർക്ക് ചിപ്പല്ല അവർ വെച്ചേക്കുന്നത്. ആക്ച്വലി OnePlusൻ്റെ പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ഒരു ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ റേഞ്ച് കുറച്ച് കമ്മിയുള്ള സ്ഥലത്ത് ഇവൻ പിടിക്കാൻ കുറച്ച് പണി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ നമ്മളിതിൽ ഫേസ് ചെയ്തു. അല്ലാത്ത പക്ഷം ഇഷ്യൂസും കാണുന്നില്ല. വൈഫൈ സ്പീഡിനും സംഭവത്തിനൊന്നും പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ ഞാനും ഇപ്പോൾ ഇതിൽ ഞാൻ വൈഫൈ കണ്ടിട്ടില്ല. നമ്മൾ ആക്ച്വലി നമുക്ക് 5G സപ്പോർട്ടും 5 GHz 2.5 GHz സപ്പോർട്ട് വരുന്നതാണ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ എല്ലാത്തിലും ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത കോണിലേക്ക് പോകാം. അടുത്ത കോൺ എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിൽ ക്യാമറ സെഗ്മെൻറ്റിലാണ്. വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. അതൊരു മെയിൻ കോൺ തന്നെയാണ്. അവർ 50,000-55,000 രൂപയ്ക്ക് ഒരു ഫോൺ ഇറക്കിയിട്ട് അതിൽ 2 സെൻസറായിട്ട് വെച്ച് വരിക എന്ന് പറയുന്നത് ഒരു മോശമുള്ള ഒരു പരിപാടിയാണ്. അതെനിക്ക് തോന്നുന്നത് അവർ ഐഫോണിനെ അതും കോപ്പി അടിച്ചിരിക്കുന്നുണ്ട്. ആ ഉടായ്പ സാധനങ്ങൾ ഇവന്മാരെ എല്ലാ ഉടായ്പും കൊണ്ടുവരും. അത് കോപ്പി അടിക്കാൻ കുറേ വേറെ കമ്പനികളും, എന്ന് വെച്ചാൽ അവർക്ക് ലാഭമാണല്ലോ. അപ്പോൾ കമ്പനിക്ക് ലാഭമുള്ള അവർ കോപ്പി അടിക്കുള്ളൂ. സാംസങ് കോപ്പി അടിക്കും, ചാർജറൊക്കെ എടുത്ത് കളഞ്ഞ് അവർക്ക് ലാഭമാണല്ലോ, അവർക്ക് എക്സ്ട്രാ വേറെ കാശ് കിട്ടും. അപ്പോൾ ഉടായ്പ സാധനങ്ങൾ, അതായത് കമ്പനിക്ക് ലാഭപരമായിട്ടുള്ള സംഭവങ്ങൾ ആപ്പിൾ കൊണ്ടുവരും, കസ്റ്റമേഴ്സിന് ഉടായ്പുള്ള പരിപാടികളും. അതാണ് ആപ്പിളിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അത് പ്രത്യേകിച്ച് ആ പന്നം വന്നതിന് ശേഷം പേരെടുത്ത് പറയുന്നില്ല ഞാൻ. പിന്നെ നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇതിൽ Type-C പോർട്ടിനെ കുറിച്ചാണ്. 2.0 ആണ് വരുന്നത്. അത് മോശമായിപ്പോയി. നിങ്ങൾ അത്യാവശ്യം ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് ഒരു ഡൗൺ സൈഡായിട്ട് തോന്നും. പിന്നെ അതിൽ IP65 റേറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതെന്ത് പരിപാടിയാണ് OnePlus കാണിച്ചതെന്ന് അറിയില്ല. IP68 30,000 ഫോണിലും 20,000 ഫോണിലൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അത് ഇവരെന്തിനാണ് നമ്മുടെ അറ്റ്ലീസ്റ്റ് Node 5 IP65 ഉണ്ട്, അത് പോട്ടായി വയ്ക്കാം. പക്ഷെ ഇതിലവർ എന്തിനാ അറ്റ്ലീസ്റ്റ് IP68 അവർക്ക് കൊടുക്കാമായിരുന്നു. അതവർ പിന്നെയും IP65 മുക്കി അവിടെ അവർ കോസ്റ്റ് കട്ടിങ് ചെയ്തു. പിന്നെ നമ്മുടെ ഒരു സെൽഫി ക്യാമറയിൽ 4K 60 fps സപ്പോർട്ട് വരുന്നില്ല കേട്ടോ, 30 ഉള്ളൂ. പിന്നെ നമുക്കിതിൽ നേരത്തെ പറഞ്ഞ ക്യാമറയിൽ നമുക്കിതിൽ ടെലിഫോട്ടോ ലെൻസിൽ 2x സപ്പോർട്ട് മാത്രമേ വരുന്നുള്ളൂ, 3x വരുന്നില്ല. അത് അവർ കട്ട് ഡൗൺ ചെയ്തു. അങ്ങനെയൊക്കെ ചെറിയ എന്താ പറയുക ഒരു കോസ്റ്റ് കട്ടിങ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ റേഞ്ചിൽ. എന്താ വെച്ചാൽ മെയിനായിട്ട് ഇതിന് കോമ്പറ്റീഷൻ വരുന്ന ഈ സാധനമാണ്. നമ്മുടെ X200 FE ആണ് മെയിനായിട്ട് ഇതിൽ കോമ്പറ്റീഷൻ വരുന്നത്. ക്യാമറ സ്പെസിഫിക് ആയിട്ട് നിങ്ങളൊരു ഫോൺ ഈ റേഞ്ചിൽ അതും കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം തന്നെയാണ് ബെസ്റ്റ്. എന്താ വെച്ചാൽ ഇതിൻ്റെ
ഒരു ഇമേജ് പ്രോസസ്സിങ് ഉണ്ടല്ലോ വിവോൻ്റെ, അത് പറയാൻ പറ്റില്ല, കിടിലനാണ്. പറയുമ്പോൾ ഇതിൽ കുറച്ച് ടൈം എടുക്കും പ്രോസസ് ചെയ്ത് കിട്ടാൻ, നമ്മുടെ ഗൂഗിൾ പിക്സലിലൊക്കെ പോലെ. പക്ഷെ അത് കഴിഞ്ഞ് ഇത് കിട്ടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ നല്ല കിടിലൻ. പ്രത്യേകിച്ച് എന്താ പറയുക, നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒറിജിനൽ അല്ല എന്താ പറയുക നോർമൽ പിക്സ് ഉണ്ടല്ലോ, നോർമൽ അല്ലല്ലോ അതിന് കറക്റ്റായിട്ട് എന്താ പറയുക, നമ്മുടെ പിക്സൽ പണ്ടൊക്കെ പിക്സൽ അങ്ങനെയായിരുന്നു, അതായത് നമ്മൾക്ക് കറക്റ്റ് കളറായിട്ട് കിട്ടുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, അതേപോലത്തെ നിങ്ങളൊരു നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമുക്കിത് വിവോ X1 പറ്റില്ല. അല്ലാത്ത പക്ഷം കിടിലൻ ഫോട്ടോ എടുക്കുന്നൊരു ഫോണാണ് കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ സാധനം സുഖമായിട്ട് എടുക്കാം കേട്ടോ. അതിൻ്റെ ക്യാമറ മോശമെന്നല്ല, നിങ്ങൾ ഓൾറെഡി ക്യാമറ സാമ്പിൾസ് ഒക്കെ കണ്ടിരിക്കും, നല്ല ക്വാളിറ്റി ക്യാമറേൻ്റെ ഇത് കിട്ടുന്നത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് സെൽഫി ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ടും അതുപോലെ തന്നെ മെയിൻ ക്യാമറയിലും ഫോട്ടോ എടുത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ ഞാൻ നമ്മുടെ 2 സ്റ്റുഡിയോയിലായിട്ട് നമ്മൾ നോർമലി വെച്ചിട്ടുള്ളൂ, അതിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ കണ്ടു, ഭയങ്കര സുഖമാണ് പിടിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ചെറിയൊരു വൈബ്രേഷൻ വന്നു. ഇത് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ എടുക്കാം. മെയിൻ ക്യാമറയിൽ എന്നെ തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും പിന്നെ. ഇത് നമുക്ക് ആക്ച്വലി ഈ പ്ലസ് കീ ഉണ്ടല്ലോ, അത് ഷട്ടർ ബട്ടൺ ആയിട്ട് ഉപയോഗിക്കട്ടെ. ആപ്പിളെ കേൾക്കുന്നുണ്ടോ? 50,000 ഫോണിൽ അത് പോട്ടെ. നമ്മുടെ അതിലും നോട്ട് ഫയൽ ഉപയോഗിക്കാൻ പറ്റൂട്ടോ, അത് വേറെ കാര്യം. ഇത് നമുക്ക് ക്യാമറ ബട്ടണായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്യാമറ നമ്മുടെ ഐഫോണിലെ ബട്ടണില്ലേ അതായിട്ട് വേണമെങ്കിൽ ഈ പ്ലസ് കീ ആയിട്ട് ഉപയോഗിക്കട്ടെ. അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ സാധനമുണ്ട്, അങ്ങനെ കുറേ ഗുണമുണ്ട്. ഇപ്പം ഞാൻ അടുത്ത ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടോ, ഇതാണ് ഇപ്പം ഞാൻ എടുത്ത സെൽഫി. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും, നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കണ്ടോ. ഇനി ഞാൻ എടുത്ത ഇതാണ് നമ്മുടെ ഞാൻ വർത്താനം പറയേണ്ട നിന്നിട്ട് പോലും കണ്ടു, നമ്മൾ വർത്താനം വന്നിട്ട് പോലും നല്ല ക്വാളിറ്റി ഫോട്ടോ കിട്ടി. ഇത് നമ്മുടെ മെയിൻ ക്യാമറയിൽ എടുത്ത സാധനം കണ്ടോ. അപ്പോൾ ക്യാമറ ഉള്ള സാധനം നല്ല ക്യാമറാസാണ്, സെൻസേഴ്സാണ്, നല്ല അത്യാവശ്യം നല്ല സെൻസറാണ് വെച്ചിരിക്കുന്നത്, വേറെ കാര്യം. നല്ല ഫോട്ടോസും നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഓൾറെഡി എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും, കുറേയൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടായിരിക്കും. വീഡിയോ പെർഫോമൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കാം. അത്യാവശ്യം ഒരു എന്താ പറയുക ഇൻഡോർ വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ റൂമിൽ തന്നെ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സോണിയുടെ ക്യാമറയിലാണല്ലോ. അതിന് പകരം ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഞാൻ ഇപ്പം തന്നെ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സാമ്പിൾ ഞാൻ കൊടുക്കാം, ലാസ്റ്റായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ കുറേ പേർക്ക് ചിലപ്പോൾ ആ വീഡിയോ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, ലാസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ക്വാളിറ്റി കാണുന്നുണ്ടായിരിക്കും കണ്ടോ. ഇപ്പോൾ ഞാൻ ഇത് ഓണാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നില്ലേ മുകളിൽ. ഞാൻ ഈ പ്ലസ് കീ ആണ് അമർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനേബിൾ ആയിട്ടില്ല, സോറി. പ്ലസ് കീ നമ്മൾ ടോർച്ചിനെ ഉപയോഗിച്ചിരിക്കുന്നത്, അത് കാരണം ഇപ്പോൾ എനേബിൾ ആവില്ല. അപ്പോൾ ഞാൻ മുകളിൽ അമർത്തട്ടെ. ഇപ്പം നമുക്ക് ഇത് റെക്കോർഡിങ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുക്കുന്ന സാധനം നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കാണാം, ലാസ്റ്റ് സെക്ഷനിൽ കാണാം കേട്ടോ. എങ്ങനെയുണ്ട് ക്വാളിറ്റി കാണാനൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ അത്ര ക്വാളിറ്റി കാണാമെന്നൊക്കെ ഞാൻ ഇപ്പോൾ ഇതിലേക്കാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ പറയുക 55,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 3,000 രൂപയുടെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവർ പറയുന്ന കാർഡുകൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു 52-53 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യം വരും. ആ കാർഡുകളിൽ അപ്ലൈ ചെയ്യാനൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റെഫറൽ ലിങ്കാണ്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയി എടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അത് ഓഫായി, ഇനി ഇത് ഓഫാക്കാം. ഇപ്പം നമുക്ക് ഇത് റെക്കോർഡിങ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുക്കുന്ന സാധനം നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ കാണാം, ലാസ്റ്റ് സെക്ഷനിൽ കാണാം കേട്ടോ. എങ്ങനെയുണ്ട് ക്വാളിറ്റി കാണാനൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ അത്ര ക്വാളിറ്റി കാണാനൊക്കെ ഞാൻ ഇപ്പോൾ ഇതിലേക്കാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ പറയുക 55,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 3,000 രൂപയുടെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവർ പറയുന്ന കാർഡുകൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു 52-53 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യം വരും. ആ കാർഡുകളിൽ അപ്ലൈ ചെയ്യാനൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റെഫറൽ ലിങ്കാണ്. ആരെങ്കിലും ഇൻട്രസ്റ്റിനെ പോയി എടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.